പിതാവേ, പിതാവ് ഒത്തിരി കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ഈ ജീസ് യൂത്ത് മൂവ്മെന്റിന്റെ ജേർണിയിൽ ഒത്തിരി കാലമായിട്ടുണ്ട്. എന്താണ് പിതാവിന് ഈ നമ്മുടെ കൂടെ ആയിരുന്ന ഈ യാത്രയിലുള്ള ഫീലിംഗ് എന്താണ്? ഏറ്റവും സന്തോഷം നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പമായി മാറും എന്നുള്ളതാണ്. കാരണം അത്രയധികം ദൈവത്തിൻ്റെ അനുഗ്രഹവും ആധ്യാത്മികതയും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ജീസസ് യൂത്ത്. പ്രത്യേകിച്ച് ഇങ്ങനെ ജാഗോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഉണരുക, എവയിക്കുന്നാണല്ലോ. അങ്ങനെ ആത്മാവിൻ്റെ വലിയ കൃപയാൽ ആന്തരികമായിട്ട് ഉണരുന്ന ഒരു അനുഭവമാണ് ഈ ജാഗോ അവസരം. യഥാർത്ഥത്തിൽ 2023 ഒക്ടോബറിൽ ജാഗോ കോൺഫറൻസ് ബാംഗ്ലൂർ തന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടന്നപ്പോൾ ഞാൻ എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നെ ഈ ജീസസ് യൂത്തിൻ്റെ കാര്യങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടി, ഞാൻ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ തന്നെ കാര്യങ്ങളെല്ലാം നടത്തുകയാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ വന്നത് യഥാർത്ഥത്തിൽ റോമിൽ നിന്നാണ്. റോമിൽ അന്ന് സിനഡ് നടക്കുകയായിരുന്നു. സിനഡ് ഓൺ സിനഡാലിറ്റി ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ വിളിച്ചു കൂട്ടിയത്. അന്ന് ഈ ജാഗോയിൽ വന്ന് പങ്കെടുത്തപ്പോൾ അന്ന് 17,000-ഓളം അംഗങ്ങളാണ് അന്ന് പങ്കെടുത്തത്. അതിന് കാരണം യൂത്തിനോടൊപ്പം കുടുംബങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ വലിയൊരു സംഭവം അത് ഒത്തിരി പേരെ സ്പർശിച്ചിരുന്നു, ഒത്തിരി അനുഗ്രഹമായിരുന്നു മാറിയിരുന്നു. അതേപോലെ തന്നെ 2025 ഡിസംബർ 28 മുതൽ 31 വരെ വീണ്ടും ഈ ജാഗോയുടെ സെക്കൻഡ് എഡിഷൻ ഇവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് അക്കാഡമിയിൽ വെച്ച് നടക്കുകയാണ്. ഇന്ന് 12,500-ഓളം പേര് രജിസ്റ്റർ ചെയ്തു. ഏകദേശം ഒരു 10,000-ഓളം യൂത്തും വൈദികരും 400-ഓളം സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്നു. നിരവധി ബിഷപ്പുമാരും ഇവിടെ ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് ഭാരതത്തിൻ്റെ അപ്പോസ്തലിക് നുൻസിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലിയാണ്. അദ്ദേഹം ലിയോ പാപ്പയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് പ്രാരംഭ ദിനം വിശുദ്ധ ബലി അർപ്പിച്ചതിൻ്റെ പ്രധാന കാർമ്മികൻ CCBIയുടെ പ്രസിഡൻറ്റും FABCയുടെ പ്രസിഡൻറ്റും ഒക്കെ ആയിരിക്കുന്ന ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോയാണ്. യഥാർത്ഥത്തിൽ ഈ അവസരം ഇങ്ങനെ യൂത്തിൻ്റെ ഒരു വലിയ ഉണർവ്, ജാഗ്രത, അവരെ വളർച്ച, ആത്മാവിൻ്റെ കൃപയൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന അവസരമാണ്. അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു അവസരത്തിൽ അവരോടൊപ്പമായിരിക്കാൻ. അവരെ ഞാൻ സ്നേഹിക്കുന്നു, അവരെന്നെ സ്നേഹിക്കുന്നറിയാം. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ വന്ന് പങ്കെടുക്കുന്നതിൽ. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടില്ലേ പിതാവേ. ഒത്തിരി ജീസ് യൂത്തിനല്ല, നമ്മുടെ യൂത്തിൻ്റെ കുറേ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ യുവജനങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? ശരിയാണ്. കാരണം യൂത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളും വെല്ലുവിളികളുമുണ്ട്. അത് ഒന്ന് അവരുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ളതാണ്. ഉള്ളിലെ ഉത്കണ്ഠകൾ, ആകുല ചിന്തകൾ, ഏകാന്തത ഒക്കെ അവർക്കുണ്ടാകാം. അതേപോലെ തന്നെ എന്തു വന്നാലും അവർക്കൊരു കരിയർ ഉണ്ടാകണം, നല്ല ഭാവി ഉണ്ടാകണം. എല്ലാവരും സ്വപ്നം കാണുന്നതല്ലോ. അപ്പോൾ ആ സ്വപ്നങ്ങളനുസരിച്ച് യാഥാർത്ഥ്യങ്ങൾ അവർക്ക് പിടിച്ചു പറ്റാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നിരാശ ഉണ്ടാകാം. അപ്പോൾ ഒന്ന് വ്യക്തിപരമായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ. എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ സൗഭാഗ്യത്തിൻ്റെ നിറവിലല്ലല്ലോ. മാനുഷികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകാം. ഒരുപക്ഷെ കുടുംബനാഥൻ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ അപ്പന് വ്യക്തമായിട്ടുള്ള ജോലി ഉണ്ടാകില്ല, ഒരുപക്ഷെ പപ്പ മദ്യപാനിയാകാം. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ശൈഥില്യം അനുഭവിക്കുന്ന കുടുംബങ്ങളാവും. അപ്പനും അമ്മയും വേർപെട്ട് താമസിക്കുന്നതാകാം. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം വളർന്നു വരുന്ന തലമുറയ്ക്കുണ്ട്, ഈ യുവജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് മീഡിയയുടെ, അപ്പോൾ അവർ സാവധാനം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ അഡിക്ഷൻ ഉണ്ടാകാറുണ്ട്. അത് അവരിൽ പല വിധത്തിലുള്ള പോർണോഗ്രഫി പോലത്തെ കാര്യങ്ങളിൽ കൊണ്ടാകും. ഇതൊക്കെ ഒത്തിരി അസ്വസ്ഥത, അങ്ങനെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ യുവജനം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജീസസ് യൂത്ത് പോലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യകത. അവിടെ ഈ ജീസസ് യൂത്ത് ഞാൻ പരിചയപ്പെട്ടത് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ എനിക്ക് ജീസസ് യൂത്തുമായിട്ട് വളരെ അടുത്തറിയാമായിരുന്നു. കാരണം ഇതിൻ്റെ തുടക്കം എറണാകുളം അടുത്തുള്ള കൊച്ചിയിലുള്ള ഏതാനും
കലാലയങ്ങളിലാണല്ലോ എൻ്റെ വിത്ത് പാകിയത്. ആ വിത്ത് അവിടുത്തെ ആ മണ്ണിൽ വളരെ അനുഗ്രഹപ്രദമായിട്ട് മുളച്ചു പൊന്തി, വളരെ സജീവതയോടുകൂടെ, അതേപോലെ തന്നെ നല്ലൊരു വീക്ഷണത്തോടുകൂടെ അതിന് നയിക്കുന്ന കുറേയധികം പേര് പരിശുദ്ധാത്മാവിന് തന്നെ ഒരു അനുഗ്രഹമാണ് ആദ്യ കാലഘട്ടം മുതലുണ്ടായി. അവരുടെ സമർപ്പണം, അവരുടെ ത്യാഗം, അവരുടെ ആ ഈശ്വര ആഭിമുഖ്യമൊക്കെ ഈ ഒരു മൂവ്മെൻറ്റിന് അനുഗ്രഹമായി. അങ്ങനെ കൊച്ചിയിൽ ആ കൊച്ചു കലാലയങ്ങളുടെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നാണെങ്കിൽ ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷം പോലെ നിരവധി പേർക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് തണലേകുന്നു. അത് ഈ കൊച്ചിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് 40-40 രാജ്യങ്ങളിലേക്ക് മാറി. ഈ കേരളത്തിൽ നിന്നുള്ള മലയാളികളല്ല ഇപ്പം അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് രാവിലെ ബിഷപ്സ് സമ്മിറ്റ് ഉണ്ടായിരുന്നു ഈ ജാഗോ 25ൻ്റെ ഭാഗമായിട്ട്. ഈ ബിഷപ്പ് സമ്മിറ്റിൻ്റെ ഇന്നത്തെ തീം എങ്ങനെയാണ് ഈ ജീസസ് യൂത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതെന്ന്. ഉദാഹരണം ഉഗാണ്ടയിൽ ജീസസ് യൂത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഉഗാണ്ടയിലെ യുവജനങ്ങളാണ്. നൈജീരിയ, ടാൻസാനിയ, അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും ഈ ഏഷ്യയിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ടിമോറിലേക്ക് അതൊരു പോർച്ചുഗീസ് പാരമ്പര്യമുള്ള കത്തോലിക്ക രാജ്യമാണെങ്കിൽ പോലും അവിടെ വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണത യുവജനങ്ങളിൽ കൊണ്ടുവരുവാൻ ഈ ജീസസ് യൂത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിലൊരു ദൈവാനുഗ്രഹമാണ്. യുവജനങ്ങൾക്ക് വെല്ലുവിളിയുണ്ട്, പക്ഷേ ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ആധ്യാത്മികത ജീസസ് യൂത്ത് നൽകുന്നു. ഇവിടെ അവർ ആടും പാടും ഒരുമിച്ച് ആഘോഷിക്കും. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ജാഗോ 2025ലും കഴിഞ്ഞ പ്രാവശ്യം ജാഗോ 2023ലും 2023 നടന്നപ്പോഴും ഈ മെയിൻ വേദിയിൽ അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെയാണ് എപ്പോഴും കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ. അവിടുത്തെ പാട്ടും അവിടുത്തെ ആഘോഷവും അവിടുത്തെ ഡാൻസും നൃത്തച്ചുവടുകൾ വെച്ച് അഴകണ്. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഈ നിശബ്ദരായി പോയിരുന്നിട്ട് ആരാധിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ ഈ ജാഗോ 2025 ക്രൈസ്റ്റ് അക്കാഡമിയിൽ 3-4 സ്ഥലത്ത് എനിക്കറിയാം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്നുണ്ട്. അവിടെ എപ്പോഴും യുവജനങ്ങളുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരികെ പോയപ്പോൾ ഒരു 10 അവിടെ ചെന്നപ്പോൾ ആ സമയത്തും ഇങ്ങനെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി യുവജനങ്ങളുണ്ടായി. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനിലേക്ക് പോരുന്നതിന് മുൻപ് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അവിടെ ഗിറ്റാറുമായിട്ട് ഒരു 3-4 പേര് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. ഒരു 10-30 യൂത്ത്. ഇവിടെ പല പ്രോഗ്രാമും നടക്കുന്നുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവിടെ പോകാം. പക്ഷെ അവിടെ ഇരുന്നിട്ട് അവർ ആ ഇങ്ങനെ ഭജൻ ഈണത്തിൽ പാടി കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സ്ഥലം സെറ്റ് ചെയ്തേക്കുന്നത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായി, ആന്തരിക സൗഖ്യത്തെ പറ്റിയായിരുന്നു. കാരണം ക്രിസ്തുവാണ്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 10-44 ഇൻസിഡൻറ്റ്സ് ഉണ്ട് ഹീലിങ്ങിൻ്റെ, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നത്. അത് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് അവരുടേതായ രോഗങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ജായിറൂസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്നത് ആ വീട്ടിൽ ചെന്ന് അവളോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞൊക്കെയാണ് സൗഖ്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിലൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ പോലെയാണ്, ഒരു പീഡിയാട്രീഷ്യനെ പോലെയാണ് കർത്താവ്. ഒരു അന്ധന് കാഴ്ച കൊടുക്കുകയും ചെവി കേൾക്കാത്തവൻ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവനെ മാറ്റി നിർത്തി ചെളി അങ്ങനെയൊക്കെ അവൻ്റെ കർണങ്ങളിൽ കൈകൾ വെച്ചൊക്കെയാണ്. കാരണം അവൻ ഈ ക്രൗഡിൽ ഇരുന്നിട്ടാണ് കർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഈ ക്രൗഡിൻ്റെ ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ട കർത്താവ് ശരിക്കൊരു ENT സ്പെഷ്യലിസ്റ്റിനെ പോലെയാണ്. അല്ലെങ്കിൽ ആ 12 വർഷം രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നത് അവളുടെ അടുത്ത് പോയി അവളെ മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു അപരിചിതയല്ല. അവളുടെ പ്രയാസം, ഉള്ളിലെ ഉത്കണ്ഠ,
ഉള്ളിലുള്ള ആ എന്താണ് ഏകാന്തതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിലൊരു റിയൽ ഗൈനക്കോളജിസ്റ്റ്. ആ ഒരു ഹൃദയത്തോടു കൂടിയാണ് അവർ. അപ്പോൾ ഇവരെല്ലാവരും കർത്താവിനെ സമീപിക്കുന്ന പോലെ ഈ യുവജനങ്ങളോട് പറഞ്ഞത് നമുക്കും കർത്താവിനെ സമീപിക്കാം. നമുക്കും വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, മുറിവുകളുണ്ട്, അസ്വസ്ഥതകളും ഒത്തിരി സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തും. അങ്ങനെ വൈകുന്നേരത്തെ ആ ഒരു അഡുറേഷന് വേണ്ടി അതിനുശേഷം നമ്മുടെ അഡ്വക്കേറ്റ് റൈജു ആണ് അവരെ പ്രിപ്പയർ ചെയ്തത്. എന്നിട്ട് മനോഹരമായിട്ടുള്ള ആ ഒരു അഡുറേഷൻ ഉണ്ടായി. ആ അഡുറേഷൻ്റെ ഫലമായിരിക്കണം ഇന്ന് ഇവിടെ ഒരു 10-20 സ്ഥലങ്ങളിലെങ്കിൽ ഒരു സ്ഥലത്തിങ്ങനെ കുമ്പസാരക്കൂടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്, അറിയാമല്ലോ അൻവരേക്ക്. അവിടെ ഇന്ന് ലോങ് ക്യൂ ആയിരുന്നു യഥാർത്ഥത്തിൽ. അത് നമ്മളെ അതിശയിപ്പിക്കണം. ഈ വചനങ്ങൾ കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കാൻ, ആന്തരിക സൗഖ്യം ലഭിക്കാൻ, മറ്റുള്ളവരുമായി അനുരഞ്ജനപ്പെടാൻ, ഇത് ജാഗോയുടെ ഒരു പ്രത്യേകതയാണ്. വേറെ സ്ഥലത്തുണ്ട്, എന്താണ്, ഗ്രിഗോറിയൻ മ്യൂസിക് ടെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവരെ പോയെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ കിടക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്. ഇരുന്ന് ഈ ഗ്രിഗോറിയൻ സംഗീതം കണ്ണുകളടച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കേൾക്കാം. ചിലപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോവായിരിക്കും. പക്ഷെ ആ ഉറക്കത്തിലും കർത്താവിൻ്റെ അനുഭവം ഉണ്ടാകും. കാരണം അവിടെ വെച്ചിരിക്കുന്നത് ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെയാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ത്യാഗമനസ്സാണ് യൗസേപ്പിതാവിനെന്ന്. അങ്ങനെ ഗ്രിഗോറിയൻ മ്യൂസിക്കിലൂടെ വേറൊരു സ്ഥലത്തുണ്ട് സുവിശേഷത്തിൻ്റെ ഇത് ഈ സുവിശേഷത്തിൻ്റെ വചനം എങ്ങനെ പ്രഘോഷിക്കണം, അങ്ങനെ ആ പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അങ്ങനെ. അതുപോലെ ഇങ്ങനെ ഈ മെയിൻ സ്റ്റേജിലുള്ള എന്താണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൻ്റെയും വോക്സ് ക്രിസ്റ്റിയുടെയും ഒക്കെ അടിച്ചു പൊടിച്ചുള്ള ഗാനത്തോടൊപ്പം ഇങ്ങനെ നിശബ്ദതയിൽ കർത്താവിനെ ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആന്തരിക സൗഖ്യം ലഭിക്കാൻ, കുമ്പസാരിച്ച് പൂർണ്ണത പ്രാപിക്കാനുള്ള സൗകര്യമുണ്ട്. 1200 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, അറിയാലോ, ആൻമരേക്ക്. അവിടെ ഓരോ വിശുദ്ധരുടെയും അവരൊക്കെ സ്വർഗത്തിലാണ്. അങ്ങനെ സ്വർഗത്തിലെ വിശുദ്ധരുടെ ഒരു സാന്നിധ്യം, സ്വർഗത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഈ ക്രൈസ്റ്റ് അക്കാഡമിയുടെ ക്യാമ്പസിൽ വന്നിരിക്കുന്ന പോലെ കാർലോ അക്വിത്തസും പിന്നെ ഫാദർ ഡാമിയനും മദർ തെരേസയും അങ്ങനെ വിശുദ്ധാത്മാക്കളുടെ പലരുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ അവരോട് അത് തൊട്ടുമൊത്തുകയും അവരുടെ ഓർക്കുകയും ആ ജീവിതം ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്യും. ഇത് വലിയൊരു അനുഗ്രഹമല്ലേ? ഇതാണ് എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഈ ജാഗോയിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നത്. പിതാവേ, നമ്മുടെ ജാഗോ നാളത്തോടെ തീരുവാണ്. അതോടെ തീരുവാണോ, ഇനി എന്താണ് ഇനി ഇതിൻ്റെ പാർട്ടായിട്ട് വരാൻ പോകുന്നത്? ജാഗോ എന്ന് പറഞ്ഞാൽ വെയ്ക്കപ്പ് എന്നാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഒരു തീം ഇതായിരുന്നു, എൻകൗണ്ടർ ആൻഡ് വിറ്റ്നസ്. അതായത് ഇവിടെ നമ്മൾ കർത്താവിനെ ഇങ്ങനെ ആഴത്തിൽ അനുഭവിച്ചു കഴിയുമ്പോഴല്ലോ അടുത്തത് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, വിറ്റ്നസ് കാണും. ഈ ജാഗോ ഡിസംബർ 31-ാം തീയതി ഉച്ചയോടുകൂടി ഇവിടെ അതിൻ്റെ ഔദ്യോഗിക പ്രോഗ്രാം പൂർത്തിയായിട്ട് ക്രൈസ്റ്റ് അക്കാഡമിയിൽ നിന്ന് നമ്മൾ പോകും. പക്ഷെ പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക്, നമ്മളുടെ കുടുംബ യൂണിറ്റിലേക്ക്, നമ്മുടെ രൂപതയിലേക്ക്, നമ്മുടെ ഏരിയകളിൽ സോണിലേക്കൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ ജാഗയുടെ പ്രതിഫലനം ഉണ്ടാകണം, ഇതിൻ്റെ അനുരണനം മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ഈ ജാഗോ തീരുന്നില്ല, അത് തുടരുകയാണ്. ഇതുപോലുള്ള 2023 കഴിഞ്ഞിട്ട് 25-ലാണ്, ചിലപ്പോൾ 27-ൽ വല്ലതും ഉണ്ടാകാം. അത് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കും, പ്രത്യേകിച്ച് ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തെയും ഒക്കെ. പക്ഷേ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഉണർവ്, ഊർജം, അനുഗ്രഹം, കൃപ, അത് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് കൈകെട്ടിരിക്കാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതരായിട്ട്. ഇത് നമ്മൾക്ക് ഒരു വിത്ത് പാകിയതുപോലെയാണ്, നമ്മളിങ്ങനെ അത് പ്രവർത്തിക്കും. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരണം. അങ്ങനെ സമൂഹത്തെ, നമ്മായിരിക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ ക്യാമ്പസ് മിനിസ്ട്രി. ആൻമരിയെ പോലത്തെ വ്യക്തികൾ ഇങ്ങനെ ഈ പഠിക്കുന്ന സ്ഥലത്തും പ്രവർത്തിക്കുന്ന മേഖലകളിലുമൊക്കെ അവിടെ ആ പ്രദേശങ്ങൾ ഉണർത്താൻ
കാരണം നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർ പ്രചോദിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ജാഗോ വിൽ ബി കണ്ടിന്യൂഡ്, അത് തുടരും നമ്മുടെ ജീവിതങ്ങളിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവ് ഒത്തിരി സന്തോഷം ഈ ഒരു സമയം പിതാവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിനും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലും GCUത്തിൽ മൊത്തത്തിലും പിതാവിൻ്റെ ഒരു സാന്നിധ്യം ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഈ ഒരു ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ. അതേപോലെ തന്നെ ഷാലോമിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. ഈ ജാഗോയിലെ ജീസസ് യൂത്തിൻ്റെ ഈ പ്രോഗ്രാം എല്ലാം ലോക മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ നിങ്ങളെടുത്ത ത്യാഗത്തിന് പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.